ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു നെല്ലിക്ക കാന്താരി ജ്യൂസ് ആയാലോ? ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? എല്ലാവർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം വായ്പയ്ക്കും നെല്ലിക്ക കഴിച്ചാൽ കുറയും, കാന്താരി കഴിച്ചാൽ കുറയും, പിന്നെ നെല്ലിക്കയും കാന്താരിയും കൂടി സ്ക്വാഷായിട്ടോ ജ്യൂസായിട്ടോ ഡെയിലി കഴിച്ചാൽ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് പല 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 കാര്യങ്ങളൊക്കെ നിരത്തി വന്നിട്ട് എല്ലാവരും നെല്ലിക്ക കാന്താരിയുടെ പുറകെ ഓടുക. ഞാനിവിടെ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, 4 കാന്താരി എടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കാര്യം കാന്താരിയാണ് നല്ല എരിവുണ്ടാവും. പിന്നെ ഇത്തിരി പിങ്ക് സോൾട്ട് എടുത്തേക്കണേ. ഈ കാന്താരി കണ്ടല്ലോ, ഈ കടല എന്ന് പറയുന്നത്. പിന്നെ ഒരു കുറച്ച് വെള്ളം, അതായത് മിക്സർ ജാർ തെറിച്ച് പോകരുത്. അവിടെ ഒരു അരക്കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. എന്നിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കൊണ്ട് നമ്മൾ കളയുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നരച്ചെടുത്ത ശേഷം നമുക്കത് അരിച്ചെടുക്കാം. സാധാരണ ഞാൻ ജ്യൂസ് അരിപ്പിലോട്ട് ഇരിക്കാൻ പോലെ ചായ അരിപ്പിലോട്ട് ഒഴിച്ച് ഇപ്പം നല്ല ദാഹം വന്നപ്പോൾ ഏതായാലും ഉണ്ടാക്കിയേക്കാൻ വിചാരിച്ചു. ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കൂടി തന്നേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ബി പി കൂടി കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിച്ചാൽ ബി പി കുറയോ അത് ബി പി കൂടുമോ അത് കണ്ടറിയണം. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എല്ലാത്തിനും പുറകെ ഓടരുത്. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ പുറകെ മാത്രം പോവുക, മനസ്സിലായോ? അപ്പം നെല്ലിക്കണെങ്കിലും എന്താണെങ്കിലും അധികമായാൽ എല്ലാം വിഷമെന്ന് പറയുന്നത് കണക്കാക്കുക. വല്ലപ്പോഴൊക്കെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് എല്ലാ ദിവസവും പോയി കഴിക്കണം ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ 2 നെല്ലിക്ക എടുത്തു, 3-4 കാന്താരി എടുത്തു. ബാക്കി വെള്ളം ഇവിടെ ചേർക്കുന്നത് കണ്ടോ, ഇതൊക്കെ കഴുകി അങ്ങ് ഒഴിക്കും. മിക്സർ ജാറും അടപ്പും ഒക്കെ കഴുകി ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളവും. ഏകദേശം 2-2.5 കപ്പ് വെള്ളം എനിക്ക് അരിച്ചപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. അതാ കണക്കാക്കി നമ്മൾ ഒഴിക്കുന്നത്. ആദ്യം 1/2 ഗ്ലാസ് ഒഴിച്ചു, 1/2 കപ്പ് ഒഴിച്ചു, ബാക്കി കപ്പ് ഒഴിച്ചു. ഇതൊക്കെ ഒന്ന് ഞെക്കി പിഞ്ഞെടുക്കാം. ഒരു തുണിയിലൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഞെക്കി പിഞ്ഞെടുക്കാം. ഇതിപ്പം സാധാരണ വീട്ടമ്മമാർക്ക് ഓടിച്ചെന്ന് ഒരു നെല്ലിക്ക കാന്താരി കഴിക്കാനുള്ള ഐഡിയ ആണ് ഈ പറയുന്നത്, അല്ലാണ്ട് വിപുലമായിട്ട് സംരംഭം ചെയ്യാനുള്ളൊരു ഐഡിയ അല്ലേ കൊടുത്തേക്കുന്നത്. 2 നെല്ലിക്ക എടുത്തു, അത് പൊളിച്ചിട്ടു, കാന്താരി ഒഴിച്ചു, അടിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു, ഒന്നൊരു ഡൈല്യൂട്ട് ചെയ്തു. നല്ല തണുത്ത വെള്ളമാണെന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 1-2 ഐസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നേരെ അരിച്ചെടുത്ത് ഒഴിച്ച് കാണിക്കുവാണേ. കണ്ടോ, 2 കപ്പിലുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് കൂടി വെള്ളം ചേർത്താലും ഒരു കുഴപ്പമില്ല, അത്രയും സ്ട്രോങ് ആണ് ഈ സാധനം. നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.